അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ച് ഇറാൻ ശക്തി തെളിയിച്ചിരിക്കുകയാണ്. ഇറാഖിലെ അമേരിക്കൻ വ്യോമതാവളങ്ങൾ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഖത്തറിൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ടെഹ്റാൻ പ്രതികാര ആക്രമണം നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ ഹെറാൾഡ് ഓഫ് വിക്ടറിയുടെ ഭാഗമായിട്ടാണ് ഇറാന്റെ ആക്രമണം നടന്നിരിക്കുന്നത്. ബഹ്റൈനിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും ഏത് നിമിഷവും ആക്രമണം നടക്കുമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഖത്തറിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും ഒരു പരിക്കും ഏൽക്കില്ല എന്നും അവർ തങ്ങളുടെ സഹോദരങ്ങളാണെന്നും വ്യക്തമാക്കിയ ഇറാൻ അമേരിക്കൻ താവളങ്ങളാണ് ലക്ഷ്യമിടുന്നത് എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സൈന്യം ഉപയോഗിക്കുന്ന പ്രധാന സൈനിക കേന്ദ്രമായ അൽ ഉദൈദ് വ്യോമതാവളത്തെ ലക്ഷ്യമിട്ടാണ് ഇറാൻ പ്രധാനമായിട്ടും ആക്രമണം നടത്തിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അനവധി സൈനികർ ഖത്തറിലെ താവളങ്ങളിൽ മാത്രം അമേരിക്കയിലുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് ഏകദേശം 8000 അമേരിക്കൻ സൈനികരാണ് ഖത്തറിലെ ഈ തന്ത്രപ്രധാനമായ താവളത്തിൽ ഉള്ളത്. ഈ മേഖലയിലെ എല്ലാ വ്യോമ പ്രവർത്തനങ്ങൾക്കുമുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ്. ചില ബ്രിട്ടീഷ് സൈനികരും ഇവിടെ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ആക്രമണത്തിൽ ആരും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല എന്നും ആക്രമണത്തിന് മുൻപ് താവളം ഒഴിപ്പിച്ചിരുന്നതായിട്ടും ഖത്തർ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതിന് മറ്റ് സ്ഥിരീകരണം പക്ഷേ പുറത്തു വന്നിട്ടില്ല. എത്ര മിസൈലുകൾ ബേസിൽ പതിച്ചു അല്ലെങ്കിൽ ഭൗതിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതും അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ഈ ആക്രമണം ആദ്യം ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയും പിന്നീട് ഇറാൻ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനിയൻ സൈന്യത്തിന്റെ ഏറ്റവും ശക്തമായ വിഭാഗമായ IRGC നിന്നുമുള്ള ഒരു പ്രസ്താവനയിൽ ഇറാൻ തങ്ങളുടെ പരമാധികാരത്തിനു നേരെയുള്ള ഒരു ആക്രമണത്തിനും ഉത്തരം നൽകാൻ വിടില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ശക്തികളെല്ലാം മറിച്ച ദുർബലരാണെന്നും ഇറാൻ പരിഹസിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ഇറാൻ പ്രതിരോധ മന്ത്രിയുടെ ചർച്ച പൂർത്തിയായ ശേഷമാണ് ഇറാൻ ഗൾഫിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ആണവായുധങ്ങൾ ഉൾപ്പെടെ ഇറാന് നൽകാൻ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ തയ്യാറാണ് റഷ്യൻ ഉന്നതർ വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളും ഇറാന്റെ ആക്രമണ ഭീഷണിയിലാണുള്ളത്. ഈ കപ്പലുകൾ മുക്കുമെന്ന് ഹൂതികളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിലെ ഫോഡോ, നദാൻസ്, ഇസ്ഹാൻ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണമാണ് മേഖലയിലെ അവരുടെ 1.5 ലക്ഷത്തോളം വരുന്ന സൈനികരുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുന്നത്. അതേസമയം ഇറാനിലെ ആക്രമണ ലക്ഷ്യം കണ്ടെന്ന അമേരിക്കൻ വാദം ഇതിനകം തന്നെ പൊളിഞ്ഞു വീണിട്ടുണ്ട്. ആക്രമണത്തിന് മുൻപ് തന്നെ തങ്ങളുടെ ആണവ നിലയത്തിലെ 400 കിലോ യുറേനിയവും ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിലേക്ക് മാറ്റിയതായിട്ടാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. ഇറാനിലെ റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രത്തിൽ നിരവധി റഷ്യൻ ഉദ്യോഗസ്ഥരുണ്ട്. റഷ്യൻ സൈനികരും അവിടെ കാവലുണ്ട്. ഈ ആണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ റഷ്യൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്ക റഷ്യ യുദ്ധമായിട്ടാണ് മാറുക. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്കൻ ബോംബറുകൾ ഇറാനിലെ റഷ്യൻ താവളം ഒഴിവാക്കി പറന്നിരിക്കുന്നത്. 3 പതിറ്റാണ്ടുകളായി റഷ്യയും ഇറാനും ആണവ പദ്ധതിയിൽ സംയുക്തമായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ്. 2022 യുക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷമാണ് ഇറാനുമായുള്ള സൈനിക ബന്ധം റഷ്യ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. റഷ്യയുടെ സ്റ്റേറ്റ് അറ്റോമിക് എനർജി കോർപ്പറേഷൻ നിർമ്മിച്ച ബുഷഹറിലെ ആണവ നിലയത്തിൽ 200-ഓളം റഷ്യൻ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. ഇറാന്റെ സിവിലിയന്മാർ ആണവ പദ്ധതിയുമായി തുടർന്നും റഷ്യ സഹകരിക്കും എന്ന് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വ്യക്തമാക്കിയിരിക്കുന്നത്. കൊട്ടിയാഘോഷിച്ച് അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ചില കേടുപാടുകൾ മാത്രമേ ആണവ നിലയങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്നും അതൊന്നും പ്രവർത്തനത്തെ ബാധിക്കില്ല എന്നുമാണ് ലോകത്തോട് ഇറാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശരിക്കും ലഭ്യനായിരിക്കുകയാണ്. ഇതിനിടയിലാണ് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളെയും ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. ഇറാനിൽ അമേരിക്ക ഉപയോഗിച്ച അതേ തോതിലുള്ള ആക്രമണം തന്നെയാണ് അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും നടത്തിയത് എന്നാണ് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇതിനു പിന്നാലെ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുവാനും ഇറാന് പദ്ധതിയുണ്ട്. അതോടെ ലോക വ്യാപാരം തന്നെ സ്തംഭിപ്പിക്കാനാണ് സാധ്യത.